ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ ആർട്ട് ഡയറക്ടർ സുനിൽ കുമാറിനാണ് നമ്മളോടൊപ്പം ഉള്ളത്. ചേട്ടാ നമസ്കാരം. ഗുരുവായൂർ അമ്പലം സെറ്റിടാൻ മാത്രം ഏകദേശം എത്ര കോടി രൂപയായിട്ടുണ്ടാവും? അതന്നെയാണ് പറഞ്ഞത്. അത് ആ സെറ്റിൻ്റെ കാര്യമാണ്. അല്ല, ഞാൻ പറഞ്ഞത് ആളുകളെ താമസം എന്ന് പറയുമ്പോൾ നമ്മുടെ ടെക്നീഷ്യൻസ്, അതായത് കലാകാരന്മാരുടെ താമസമാണോ ഉദ്ദേശിച്ചത്? അതെ അതെ, മുഴുവൻ ക്രൂവിൻ്റെ? അതെ 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 അതെ, നമ്മുടെ ഈ സെറ്റ് ഉണ്ടാക്കാനുള്ള ആൾക്കാർ മാത്രമാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇതിനകത്ത് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുമ്പോൾ മഞ്ഞുമൽ ബോയ്സിൽ സെറ്റ് അജയൻ ചേട്ടൻ ഇടുമ്പോഴും ഗുണ കേവ്സിന്റെ ഉൾവശം ആരും ഒരുപാട് പേര് കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ കലാസൃഷ്ടി അവിടെ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ സാബു സിറിൽ സാറ് ബാഹുബലിക്ക് സെറ്റ് ഇട്ടപ്പോഴും അതൊരു ഡയറക്ടർ പറയാണ് ഇതൊക്കെയാണ് എനിക്ക് വേണ്ടത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത് കേരളത്തിലെ ഏകദേശം ഒരു 80% മലയാളികൾ ഒരു തവണയെങ്കിലും കണ്ടിട്ടുള്ളതും സ്ഥിരമായി നമ്മൾ വീഡിയോയിലും ഫോട്ടോയിലും കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അതിലൊരു ഇഞ്ച് പോലും മാറ്റം വരാതെ ചെയ്തിരിക്കുന്നു. കാരണം സാധാരണഗതിയിൽ സിനിമയിലെ സെറ്റൊക്കെ ഇടുമ്പോൾ ചീറ്റ് ചെയ്യാൻ പറ്റും, ഒരു ഭാഗം മാത്രം പണിഞ്ഞ് വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും. ഇതങ്ങനെയല്ല, മുഴുവനായി സെറ്റ് ഇട്ടിരിക്കും. അതൊക്കെ ഏറ്റവും വലിയ ഷൂട്ട് നടക്കുന്ന സമയത്തും ഷൂട്ട് കഴിഞ്ഞതിന് ശേഷവും മലയാളികളായിട്ടുള്ള ചില അമ്മമാരൊക്കെ അവിടെ പോയി തൊഴുത് നിൽക്കുന്ന ഫോട്ടോയും വീഡിയോ ഒക്കെ വൈറലായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരുന്നു? വെല്ലുവിളി എന്ന് പറയുന്നത് അതിൻ്റെ വലിപ്പം നമുക്കറിയാലോ. അത്രയും വലിയ ഒരു സ്ഥലമാണ് ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത്. നമുക്ക് അവിടെ പോയിട്ട് അളവെടുക്കുന്ന അങ്ങനെയൊക്കെ ഒരു പറ്റുന്ന ഒരു പരിപാടി ആയിരുന്നില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ആദ്യം പോയി ഞാനൊരു ക്യാമറമാനെ വെച്ച് സ്റ്റിൽ ഫോട്ടോഗ്രാഫറെ വെച്ചിട്ട് എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ഫോട്ടോസുകൾ എടുത്തു. അപ്പോൾ പിന്നെ അളവ് എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം കൈകൊണ്ടോ കാലോണ്ടോ പിന്നെ കണ്ണുകൊണ്ട് കളന്ന് ഏകദേശം ഉള്ള ഇതിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ തൂണുകളുടെ അളവ്, തൂണ് എത്ര വേണമെന്നുള്ളത് അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് മൊത്തം. അത് ഞാൻ ചോദിക്കാനൊരു ചോദ്യം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ അളവുകൾ, കാരണം ഇതൊരു വാസ്തുശാസ്ത്രപരമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് ഗുരുവായൂർ ക്ഷേത്രം. അതെ അതെ, ഒരു ചെറിയ അംശത്തിൽ അളവ് തെറ്റിയാൽ പോലും അവിടെ അതിന്റെ മുഴുവനുള്ള പ്രൊപ്പോർഷനിൽ അതിൽ ബാധിക്കുന്നൊരു സാധിക്കും. അപ്പം അവിടെ പോയി അളവെടുക്കാൻ സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഗുരുവായൂർ പോയിട്ട് ഇപ്പോൾ അളവെടുക്കാനുള്ള ഒരു സംവിധാനമില്ല, സാഹചര്യവും ഇല്ല, അവരവിടെ അത് അനുവദിക്കത്തുമില്ല. അപ്പം ഇതെല്ലാം കണ്ണുകൊണ്ട് കൃത്യമായി മെഷർ ചെയ്യുകയാണ്. അതെ, ഈ ചിത്രങ്ങളിലൂടെ അത് ഇത്രയായിരിക്കും അതിന്റെ പ്രൊപ്പോർഷൻ എന്ന് മനസ്സിലാക്കിയിട്ടാണല്ലോ ഇതിനൊരു കണക്ക്. അതിലെനിക്ക് തോന്നുന്നത്, ഞാൻ ഈ അമ്പലത്തിന്റെ തറയുടെ ഒരു ചെറിയൊരു ഹൈറ്റ് ഞാനത് പോയിട്ട് അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ആ മെയിൻ അമ്പലമുണ്ട്, അമ്പലത്തിന്റെ മുൻഭാഗത്തുള്ള 3 ഗോപുരമാണ്. അപ്പോൾ ആ അമ്പലത്തിന്റെ തറയുടെ ഹൈറ്റ് മാത്രം എനിക്ക് എടുക്കാൻ ഒരു ടേപ്പ് വെച്ചിട്ട് അളക്കാനുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. ആ അളവ് വെച്ചിട്ട് ഞാൻ കമ്പ്യൂട്ടറിലൊക്കെ വെച്ചിട്ട് കുറച്ച് ബാക്കിയുള്ളതിനെ ഇത്രയായിരിക്കും എന്ന് ഏകദേശം കണക്ക് കൂട്ടിയിട്ടാണ്. ഈ തച്ചുശാസ്ത്രപരമായ അല്ലെങ്കിൽ വാസ്തുശാസ്ത്രപരമായ കണക്കുകൾ ഒക്കെ വെച്ചിട്ടായിരിക്കും ഇത്രയായിരിക്കും വന്നിരിക്കുന്നത്. അതെ, അത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എന്ന് വെച്ചാൽ കാർപ്പൻ്റർ വർക്ക് ചെയ്യുന്ന അവർക്ക് അറിയാലോ, അതിൻ്റെ ഏകദേശം ഒരു കണക്ക് അറിയാം. അതിൻ്റെ ചെരിവും കാര്യങ്ങളൊക്കെ ഇത്ര വരും എന്നുള്ളത് ഒരു ഞാൻ കൂട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ. അതിന് മെയിൻ മേസ്ത്രി ഉണ്ടായിരുന്നു, തമിഴ്നാട്ടുകാരനായിരുന്നു. സെറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് അവിടേക്ക് വരുന്നു. അതായത് ഗുരുവായൂർ പോയിട്ടുള്ളവരും താങ്കളുടെ ക്രൂവിൻ്റെ ഭാഗമായിട്ടുള്ളവരും ജൂനിയർ ആർട്ടിസ്റ്റുകളുമായിട്ടുള്ള ഒരുപാട്, പൃഥ്വിരാജും പ്രൊഡ്യൂസറായിട്ടുള്ള സുപ്രിയ അടക്കമുള്ളവർ വരികയാണ്. ഇവരിൽ നിന്ന് ചേട്ടന് ഏറ്റവും കൂടുതൽ മനസ്സിൽ തട്ടിയ ഒരു അഭിപ്രായം, അല്ലെങ്കിൽ കൊള്ളാം എന്ന് പറഞ്ഞത് ഏറ്റവും മനസ്സിൽ തട്ടിയ അഭിപ്രായം സെറ്റിനെ പറ്റി? എനിക്ക് തോന്നുന്നത് അവിടെ വന്നവരൊക്കെ വളരെ അത്ഭുതത്തോടെയാണ് ഇത് കണ്ടിട്ടുള്ളത്. എനിക്ക് അവിടെ ഒരുവിധം 1500 പേരോളം ജൂനിയർ ആർട്ടിസ്റ്റുമാരുണ്ടായിരുന്നു. അപ്പം അതിൽ പല അമ്മമാരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര ഇതായിട്ടുണ്ട്, നിങ്ങൾക്ക് ദൈവത്തിന്റെ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അനുഗ്രഹമുള്ള ഒരാളാന്നൊക്കെ പറഞ്ഞിട്ട്. അനുഗ്രഹം ഇല്ലാതെ അങ്ങനെ ഒരു സാധനം ചേട്ടനിലേക്ക് ഈ ഒരു പ്രൊജക്ട് എത്തില്ല. അതന്നെ, അത് ശരിയാണ്. ഈ സുപ്രിയ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ, പുള്ളിക്കാരിയുടെ ഇടപെടൽ എങ്ങനെയാണ് സെറ്റിലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ? എനിക്ക് തോന്നുന്നത് അവർ സിനിമയിൽ നമ്മൾ ഷൂട്ട് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 70-80 ദിവസത്തോളം നമുക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. അതിൽ ഒരു 4-5 പ്രാവശ്യം പുള്ളിക്കാരത്തി വന്നിട്ടുണ്ട്. ബാക്കി നമ്മൾ E4-ന്റെ സാരഥി ചേട്ടനുണ്ട്, പിന്നെ പൃഥ്വിരാജിന്റെ മാനേജറായിട്ടുള്ള ആരിസ്ക, അവരിതിൻ്റെ ലൈൻ പ്രൊഡ്യൂസറാണ്. അപ്പോൾ അദ്ദേഹവും കൂടി അവരുടെ കൺട്രോളറിലും കൂടിയാണ് ഇതിൽ മൊത്തം പോയിട്ടുള്ളത് സിനിമ. എപ്പോഴെങ്കിലും പ്രൊഡ്യൂസർ ചോദിച്ചിട്ടുണ്ടോ ഇതിൻ്റെ ഒരു വലിയൊരു ബഡ്ജറ്റിൻ്റെ ഭാഗം എന്താ സെറ്റ് വർക്കിന് വേണ്ടി മാത്രം? അത് എനിക്കൊന്ന് പൂജയുടെ ദിവസം തന്നെ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് വലിയ ഇതാവൂലേ എന്ന് ചോദിച്ചു. അമ്പലം പുള്ളിക്കാരി കാണുന്നതാണ്, അമ്പലത്തിൽ തന്നെയായിരുന്നു നമ്മളെ പൂജയും കാര്യങ്ങളൊക്കെ
അപ്പം ഇതാണ് നമുക്ക് തെറ്റിടേണ്ടത്. അപ്പോൾ അത് അന്ന് ഞാൻ ബഡ്ജറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയാം പരമാവധി നമുക്ക് നോക്കിയിട്ട് ചെയ്യാം, ആവശ്യമുള്ളതേ ചെയ്യുന്നുള്ളൂ. സിനിമക്ക് ആവശ്യമുള്ളതേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അതെ, ഇതിപ്പോൾ എൻ്റെ എല്ലാ സിനിമയിലായാലും ഞാൻ ചെയ്യുന്നതെല്ലാം ആ സിനിമക്ക് ഡയറക്ടർ എന്ത് പറയുന്നു അതും ചെയ്യുക. അതിലപ്പുറത്തേക്ക് നമുക്ക് കൂടുതൽ നമ്മുടെ സാധനം വെച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് പ്രൊഡ്യൂസറിനെയും ബാധിക്കും. ഈ രാമോജി റാവുവിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും ബാഹുബലിയുടെ സെറ്റ് പ്രദർശനത്തിന് വെച്ചിട്ടുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. ഞാൻ പോയിട്ടില്ല. അവന്റെ സെറ്റിന്റെ ഭാഗങ്ങൾ വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഈ കളമശ്ശേരിയിൽ ഈ സെറ്റ് പൊളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു ട്രോൾ പേജിൽ വായിച്ചതാ, പ്രൊഡ്യൂസർ ഇതിപ്പോ ലാഭമായല്ലോ, ടിക്കറ്റിനെ കാട്ടി പൈസ ടിക്കറ്റ് വെച്ച് ആള് കെട്ടിയാലോ. അല്ല, അങ്ങനെ നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു ആദ്യം. ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ പൊളിക്കണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം പെരുമ്പാവൂരാണ് സെറ്റ് ഇടാൻ നോക്കിയത്. അത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതിൽ ചെയ്യാമെന്ന് വെച്ചു, പക്ഷേ അവിടെ നടന്നില്ല. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളൊരു 10 ദിവസത്തോളം അവിടെ സെറ്റ് വർക്കൊക്കെ നടന്ന് ഗോപുരത്തിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയായിരുന്നു, ചെയ്തു വെച്ചായിരുന്നു. അങ്ങനെ എനിക്കൊന്നൊരു അന്ന് ഒരു 35-40 പേരുണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ തുടക്കത്തിൽ. ആ 40 പേരും പിന്നെ ഇത് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടി വന്നു. മൊത്തത്തിൽ നമ്മൾ കളമശ്ശേരിയിലേക്ക് ഷിഫ്റ്റ്, അവിടെ പണിഞ്ഞതെല്ലാം ഇങ്ങോട്ടേക്ക് എല്ലാം പൊളിച്ച് മാറ്റിയത് നിങ്ങൾ. അവിടെ നിലം കാലിയാക്കി കൊടുക്കേണ്ട അവസ്ഥ വന്നു. അത് അന്നേരം ഉണ്ടാകുന്ന ഒരു മാനസിക പ്രയാസം. 5 ദിവസം 45 പേര് നിന്നൊരു, അതാണ് ഞാൻ എന്താ വിചാരിച്ചത്, ഇവര് എനിക്ക് 45 ദിവസമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഈ 45 ദിവസത്തിനുള്ളിൽ ഈ 10 ദിവസം ഇവിടെ പോയല്ലോ, പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി 35 ദിവസമേ ഉള്ളൂ. അപ്പോൾ സമാധാനമുണ്ട്. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ഒരു 45 ദിവസം കിട്ടുമല്ലോ. അപ്പോൾ എന്നുള്ള രീതിയിലായിരുന്നു ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവര് 35 ഉള്ളൂ, ഇനി 45 30 ദിവസം ആയാലും ഷൂട്ടിംഗ് ഡേറ്റ് മാറ്റൂല. അത് എങ്ങനെയായാലും തീർത്തേ പറ്റുള്ളൂ. എല്ലാവർക്കും ടെൻഷനായിരുന്നു. കാരണം പൃഥ്വിരാജിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് അതൊരു വലിയ ഘടകമാണ് നമുക്ക് ഈ കിട്ടാൻ. അതായത് എമ്പുരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പുള്ളി പോയി കഴിഞ്ഞാൽ ഏത് സമയത്താണ് പിന്നീട് തിരിച്ചു വരിക, അതുവരെ നമ്മൾ ഈ അമ്പലം ഹോൾഡ് ചെയ്യേണ്ടി വരും. അതെ. അപ്പം നമ്മൾ ഡെയിലി റെന്റ് വെച്ചിട്ടാണ് ഇതിന് സ്ഥലം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം വരുന്നത് വരെ നമ്മൾ ഇതിന് പൈസ കൊടുത്തുകൊണ്ടിരിക്കണം. ചെയ്ത് വെച്ചിരിക്കുന്നതും അതൊക്കെ മാറും. പിന്നെ അതിന് റീവർക്ക് ചെയ്യേണ്ടി വരും. അതൊക്കെ ഒരു ടെൻഷൻ പരിപാടിയായിരുന്നു. അത് എനിക്ക് മാത്രമല്ല, എൻ്റെ കൂടെയുള്ള പ്രൊഡ്യൂസറായാലും അവർക്ക് എല്ലാവർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് എങ്ങനെയൊക്കെ തരണം ചെയ്ത് നമ്മൾ തീർത്തു. ഈ 10 ദിവസം സെറ്റ് വർക്ക് കഴിഞ്ഞ് മാറ്റി സ്ഥാപിച്ചപ്പോൾ മനസ്സിൽ എപ്പോഴെങ്കിലും ദൈവമേ കണ്ണനത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്നൊരു തോന്നലുണ്ടായിരുന്നു? അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ ആദ്യം പൂജയൊക്കെ ചെയ്തിട്ട് തന്നെയാണ് പൂജയൊക്കെ ചെയ്തിട്ട് തന്നെയാണ് തുടങ്ങിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു മാറ്റം നല്ലതിനായിരുന്നു.